എടി റൂബി, നിനക്ക് ഈ പാതിരാത്രിക്ക് എന്നെ പോണോ? ഇച്ചായൻ കാലത്ത് കടയിൽ പോണ്ടേ? ഓ പിന്നെ കടയിൽ എൻ്റെ നാത്തൂനെ ആ തുണി മാറ്റിയിട്ടേച്ച് അവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക്. ഇങ്ങനെ ഒത്തു കിട്ടുമ്പോഴല്ലേ അവനവൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതിനധികം സമ്മതിക്കണ്ടേ? അവിടെ തുള്ളിച്ചാടി നിപ്പുണ്ട്. ഇന്ന് ആനി കൊടുത്ത ആ ചാക്ക് പോലത്തെ സാരിയുടെ പേരെന്നാടി? അതെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അപ്പുറം വല്ലതും ചെന്ന് കഴിക്കാൻ നോക്ക്. എന്റെ വലിയേട്ടായി മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ തൊണ്ടയിന്ന് വല്ലതും ഇറങ്ങുമോ കുഞ്ഞാഞ്ഞ്? എന്നാ നിങ്ങൾ മക്കളെ എഴുന്നേറ്റ് പോയി കഴിക്കടി. ഓ എനിക്കിപ്പോ വേണ്ട. ഓ അവർക്കിപ്പോൾ വേണ്ടെന്നേ. കാര്യം വലിയേട്ടായി നാട്ടുകാർക്കൊക്കെ എമ്പൊക്കെ ആയിരുന്നെങ്കിലും എന്നോട് വലിയ കാര്യമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നാ കാര്യം? ആള് പോയേ. എന്നാണേലും അടക്ക് കളി. പിന്നല്ലാതെ എന്നാ ആളായിരുന്നു. ആന്നേ, ഞായറാഴ്ച ആയിരുന്നു ഇതിന്റെ ഇരട്ടി ആള് കണ്ടേനെ. അതെ അതെ, ഒന്നാം തീയതി പോലായിരുന്നു ചുറ്റിപ്പോയാൽ. അതെ അതെ, ഭാഗ്യം. എടാ ബേബി, എന്നടാ എന്നാ പറ്റിയ? എടി മോളി, ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേടി. ഇവന്റെ ഒരു ഉടുക്കത്തെ കുടി. എടി മോളി, ഓ എന്നെ കുരിയച്ചാ എല്ലാരും ഓടി വായോ. ബേബി, എന്നതാ? നീ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തു വാ. വെള്ളം കൊടുക്കരുത്. എടാ ഗ്യാസ് ആണെങ്കിൽ വെള്ളം കുടിക്കണം. അറ്റാക്കാണെങ്കിൽ വെള്ളം കൊടുക്കരുത്. എന്നാ ഒരു ചൂട് ചായ എടുക്കാം. ചായയൊക്കെ തിളച്ചു CPR കൊടുക്കണം. എനിക്ക് അത്ര വേദനയില്ല, കുറവുണ്ട്. എല്ലാവരും മാറി കാറ്റ് കയറട്ടെ. വേണ്ട, എനിക്കിപ്പോ വേദനയില്ല. അയ്യോ, 30 എണ്ണി കഴിയുമ്പോ വായിൽ ഊതി കൊടുക്കണം. ഓക്കേ, കം ഓൺ. എനിക്ക് വേദനയില്ലെന്ന്. എന്നാ ഈ കാണിച്ച് എല്ലാരും ഇവിടെ ഇല്ലേ? ആരെങ്കിലും കാണായിരുന്നു. നീ വല്ലതും കഴിച്ചായിരുന്നു? ഒരു കട്ടൻ കാപ്പി മാത്രം. ഇതെന്നാ? കുമ്പളപ്പം. എത്ര നാളായെന്നറിയ ഇത് കഴിച്ചിട്ട്. എങ്ങനെയുണ്ട്? എന്നാ ഒക്കെ ഉണ്ട്? ഊതിക്കോ. ഊതിക്കോ. അയ്യോ അയ്യോ, ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, CPR-ന്റെ ഓടാ. ഇപ്പൊ എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ചേട്ടാ, ആംബുലൻസ് വിളിക്കട്ടെ. വൈകിട്ട് ഇച്ചിരി വാട്ടുകപ്പ കഴിച്ചായിരുന്നു. ഗ്യാസിന്റെ. ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിന്റെ ആന്ന്. അയ്യോടി ബേബിച്ചാ, ഞാൻ കൊണ്ടുവന്നുവിടാടാ. എന്നാത്തിനാ? വലിയ ഉപകാരം. കേട്ടില്ലേ, ഗ്യാസിന്റെയാ. കാലക്കി എന്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി.